കിഷോറെ, ഞങ്ങൾ ഇതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. നിയമസഭയിൽ ഈ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എതിർപ്പ് മാത്യു കുഴൽനാടനും പി ജെ ജോസഫ് സാറും ഞങ്ങളുടെ വിയോജനം കൃത്യമായിട്ട് പറയുകയും ഞങ്ങളുടെ എതിർപ്പ് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമം, അതിനിപ്പോ അല്ല, നിയമസഭയിൽ ഐക്യകണ്ഠേനയല്ലേ തീരുമാനം കൈക്കൊണ്ടത്? ഐക്യകണ്ഠേന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിയോജിപ്പ് അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ്. ഞങ്ങൾ വോട്ടിങ്ങിന് എതിരായിട്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ വിയോജിപ്പ് പി ജെ ജോസഫ് സാർ വഴിയും മാത്യു കുഴൽനാടൻ വഴിയും ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വിയോജിപ്പ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും നിയമസഭാ രേഖകളിലുമുണ്ട്. ഇനി ഞാൻ ഈ വിഷയത്തില് ഒന്ന്, അനിൽകുമാർ സാറ് അദ്ദേഹം പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ തന്നെ സതീഷ് വസന്ത് ഒരു പരിധി വരെ ഇടുക്കിക്കാരോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അനിൽകുമാർ സാറിനോട് എനിക്ക് ചോദിക്കാനുണ്ട്, കാരണം ഞാൻ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ചോദിക്കാനുണ്ട്. സാർ, 1960 പട്ടയ നിയമം, അസൈൻമെന്റ് ആക്ട്, 64 ചട്ടം, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ എൻറ്റയർ കേരള. അങ്ങ് ചിലപ്പോൾ ഒരുപക്ഷെ താമസിക്കുന്ന ഭൂമിയും ആ നിയമപ്രകാരമാണ്. ഇതിലെല്ലാം പറയുന്നത്, ഇതിന്റെ സെക്ഷൻ 4 പറയുന്നത് എന്താ? ഇനിയിപ്പോ ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിവിടെ വായിച്ചു തന്നെ. വ്യക്തിഗത കൃഷി, താമസം, സമീപ സ്ഥലങ്ങളിലെ രജിസ്റ്റേർഡ് ഭൂമിയിലേക്കുള്ള പ്രയോജനപരമായ അനുഭവാവകാശം. ഈ 1964 ചട്ടപ്രകാരം പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമി അത് ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഈ രീതിയിലേ വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇടുക്കിക്കാർ മാത്രം ഇതിന്റെ അകത്ത് കൃഷി ചെയ്താൽ മതി, വീട് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണ്ടേ സാർ? ഞങ്ങൾക്ക് സിനിമാ തിയേറ്റർ വേണ്ടേ? ഞങ്ങൾക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം വേണ്ടേ? ഇതെല്ലാം ഇടുക്കിക്കാർക്കും വേണം. ഇതുണ്ട്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന് പറ്റിയ തെറ്റ് അത് സതീഷ് വസന്ത് സാർ മനസ്സിലാക്കണം. സാർ, ഇവിടെ ക്രമവൽക്കരണമല്ല വേണ്ടത്. 1964 മുതൽ 2004 ജൂൺ 7 വരെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അത് ഓൾറെഡി ക്രമവൽക്കരിക്കപ്പെട്ടതാണ്. വി സി വർഗീസ് ഇവിടെ സൂചിപ്പിച്ചു. അത് പഞ്ചായത്തിന് കരം കൊടുത്ത് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അടച്ച് എല്ലാ അനുമതിയോടും കൂടി ഞങ്ങൾ നിർമ്മിച്ച, ഞങ്ങൾ അത് ക്രമപ്പെടുത്തലല്ല ആവശ്യപ്പെടുന്നത്. UDF ആവശ്യപ്പെടുന്നത് 2024 ശേഷവും 25 ശേഷവും ഞങ്ങൾക്ക് ഇടുക്കിയിൽ എന്റെ പട്ടയഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതി, തിരുവനന്തപുരത്ത് കിഷോർ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് കിഷോറിന് കെട്ടിടം പണിയാൻ സാധിക്കുമെങ്കിൽ, അനിൽകുമാർ സാറ് തിരുവനന്തപുരത്ത് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ നിർമ്മാണം നടത്താൻ സാധിക്കുമെങ്കിൽ, സതീഷ് വസന്തിന് അങ്ങയുടെ സ്ഥലത്ത് തിരുവനന്തപുരത്ത് നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ സ്ഥലത്ത് ഇടുക്കിയിൽ എനിക്കും നിർമ്മാണം നടത്താനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വിഭാഗം ജനതയ്ക്ക് മാത്രം. അപ്പൊ ഞങ്ങൾ ഇടുക്കിയിലുള്ളവര് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളൊരു വീടും വെച്ച് ഒരു കടമുറിയും പണിത് നിങ്ങൾ കൃഷിയും ചെയ്ത് ജീവിച്ചു, അത്രയും മാത്രം മതിയോ? ശുഭാംശു ശുക്ല ശൂന്യാകാശത്ത് ഇരുന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇടുക്കിക്കാരന് പറ്റിയ നിർമ്മിതികളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇടുക്കിയിൽ ഇന്നോളം നടന്നിരിക്കുന്ന നിർമ്മിതികൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്താ ഇടുക്കിയിലെ പ്രശ്നം എന്നുള്ളത്? ഇടുക്കിയിലെ പ്രശ്നം ഇന്നലെ വരെ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ നിയമവൽക്കരിക്കുക എന്നുള്ളതല്ല, അതെല്ലാം ക്രമവൽക്കരിക്കപ്പെട്ടു പോയതാണ്. ഞാൻ ഇവിടെ ഇടുക്കിയിൽ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സിനിമാ തിയേറ്ററുകൾ, ആശുപത്രിയില്, അമ്പലങ്ങള്, ഇല്ലെങ്കിൽ വിവിധ സർക്കാർ കാര്യാലയങ്ങൾ, അതൊന്നും നിർത്താൻ പറ്റത്തില്ലോ. അതെല്ലാം ക്രമവൽക്കരിക്കപ്പെട്ടതാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? 25 ശേഷം ഇടുക്കിയിൽ ഞാൻ ചോദിക്കുന്നു, ഒരു സിനിമാ തിയേറ്ററിന് അനുമതി എന്റെ സ്ഥലത്ത് ഗവൺമെന്റ് തരുമോ? ഞാനൊരു ആശുപത്രി കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു, എന്റെ സ്ഥലത്ത് ഗവൺമെന്റ് അനുമതി നൽകുമോ? ഞാനൊരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ എന്റെ സ്ഥലത്ത് ആഗ്രഹിക്കുന്നു, ഞാനൊരു ഫുട്ബോൾ സ്റ്റേഡിയം എന്റെ സ്ഥലത്ത് പണിയാൻ ആഗ്രഹിക്കുന്നു, ഗവൺമെന്റ് അനുമതി നൽകുമോ? അതില്ല. അതാണ് സതീഷ് വസന്ത് സാറെ ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ ഇടുക്കിക്കാരൻ പണിത കെട്ടിടത്തിന് എന്താ കുഴപ്പം? ഇടുക്കിക്കാരൻ പണിത കെട്ടിടം നിയമവിരുദ്ധമാണെങ്കിൽ എറണാകുളത്തെ ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം പണിത ഭൂമിയിലെ കെട്ടിടം നിയമവിരുദ്ധമാണ്. അതെല്ലാം നിയമവിരുദ്ധം. പിന്നെ ഞങ്ങൾ മരം നശിപ്പിക്കുന്നു. സാർ, CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മം, അടിയൻ ലക്ഷിപ്പോ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന എവിടെയാ? വനത്തിനകത്താ. തിരുവനന്തപുരം പട്ടണത്തിനോടല്ലേ വെഞ്ഞാറമൂട്ടില് ആ കഥ പറയുന്നത്. അന്ന് തിരുവനന്തപുരം വനമാ, ഇപ്പൊ തിരുവനന്തപുരം പട്ടണമായി പോയി. അപ്പൊ ഇടുക്കി മാത്രം വനമായിട്ട് നിൽക്കണം, ഞങ്ങൾ മാത്രം ഇവിടെ കൃഷിഭൂമിയിൽ നിങ്ങൾ വീടും കൃഷിയും അതുപോലെ തന്നെ പശു വളർത്തലുമായിട്ട് കഴിയണം എന്ന ചില പരിസ്ഥിതിവാദികൾ. സാർ, അങ്ങ് വാ, ഇടുക്കിയിൽ വാ, ഞാൻ അങ്ങേ ഇടുക്കിയിലെ മുഴുവൻ സ്ഥലങ്ങളും കൊണ്ടുപോകാം. ഞാൻ മതികെട്ടാൻ വനസംരക്ഷണ സമിതിയുടെ കൺവീനർ ആയിരുന്നു. ഞങ്ങളാണ് അവിടുത്തെ വനംകൊള്ളക്കെതിരെ സാർ ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് ആ വനഭൂമി നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ അതിന്റെ കൺവീനർ, എന്റെ സഹപ്രവർത്തകർ, വിവിധ രാഷ്ട്രീയക്കാർ അതിന്റെ ഭാരവാഹികളായിട്ട് നിന്ന്. സാറേ, ഞാനൊന്ന് ഇടപെട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ
തിരുവനന്തപുരത്ത് ഇപ്പോൾ വീട് വയ്ക്കാനും കെട്ടിടങ്ങൾ വയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, എറണാകുളത്ത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ, അതുപോലെ ഇടുക്കിയിലും എന്തുകൊണ്ട് വെച്ചുകൂടാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു യുക്തിയുടെ ഒരു അഭാവമില്ലേ? കാരണം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലയോര പ്രദേശങ്ങളിലാണെന്ന് നമ്മൾ അറിയുന്നതല്ലേ. ഇടുക്കിയിലാണെങ്കിലും വയനാടാണെങ്കിലും ഒക്കെ നമ്മളത് കാണുന്നതല്ലേ. അപ്പൊ എങ്ങനെ തുലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്? സർ കിഷോർ, തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഉരുളുപൊട്ടി ഡസൻ കണക്കിന് വീടും ഇത് നശിച്ചു. അതെ, അമ്പൂരി മലയോര മേഖലയാണ്, മലയോര മേഖലയാണ്. അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ, ലോകത്തിലെയും ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താ പറഞ്ഞ ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം, ആ ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി എന്ന് പറയുന്നത് ഈ പ്രദേശത്തല്ലേ. അപ്പൊ അതെന്താ, ഇടുക്കിയിലെ വൈദ്യുതി, ഇടുക്കിയിലെ ഡാമും 20 ജലവൈദ്യുത പദ്ധതികൾ, അതിൽ ആർച്ച് ഡാം, ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഏഷ്യയിലെ 2ാമത്തതും ഇന്ത്യയിലെ 1ാമത്തതുമാണ് ആർച്ച് ഡാം. അതുൾപ്പെടെ 20 ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നു. ഈ മലയുടെ മുകളിൽ ഈ വെള്ളം കെട്ടിയിട്ട് ഈ ഡാമുകളൊക്കെ പ്രവർത്തിക്കുന്നതിന് കുഴപ്പമുണ്ടോ സാർ? അപ്പോ ഇത് വളരെ ബോധപൂർവ്വം അല്ല, ഞാൻ ആ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഹൈക്കോടതിയിൽ ചോദിച്ച ചോദ്യവും ഞങ്ങൾ ചോദിച്ച ചോദ്യവും അതുതന്നെയാണ്. എറണാകുളത്തെ ഒരാൾ അവന്റെ ഭൂമിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്ന ആ എറണാകുളംകാരൻ പണിയുന്നത് പോലെ എന്തുകൊണ്ട് ഇടുക്കിക്കാരായി ഞങ്ങൾക്ക് അനുമതി തന്നുകൂടാ? ഞങ്ങൾക്ക് ന്യായമായ താങ്കളുടെ ഒരു ആവശ്യമാണത്. ശരി, അങ്ങനെയൊക്കെ വരാം.